എന്തോന്ന് വള്ളിപ്പൊട്ടി പടമായിട്ടത്. അല്ലെങ്കിൽ കൊള്ളാം, ഫാമിലി കൂട്ടി എന്താ പറയുക, ഹാർട്ട് ചിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. ഇതിലേതാ പറയേണ്ടതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഒരുപാട് ഫ്ലോസ് ഈ സിനിമയൊക്കെ ഉണ്ട്. നൗ സിനിമ നിങ്ങളേറെ ശ്രദ്ധിച്ച് കാണും. നമ്മുടെ വിനയ് ഫോർട്ടിൻ്റെ ചാർലി ചാപ്ലിൻ്റെ മീശ, അതാണ് എന്താ പറയുക ട്രെയിലറിലും ഇതിന് മുൻപും അത്യാവശ്യം മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം. ഞാൻ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആമേൻ എന്ന സിനിമയുടെ തുടക്കത്തിലെ ചില ഭാഗങ്ങളായിട്ട് നമുക്ക് റെസംബ്ലൻസ് തോന്നും. അല്ലെങ്കിൽ കുഞ്ഞി രാമായണം 2.0 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചിലവർ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, കുഞ്ഞി രാമായണം ഇൻ അനദർ പാരലൽ യൂണിവേഴ്സ് എന്നാണ് തോന്നിപ്പോയത് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതിൽ പെരുമാൾ തങ്ങൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കക്ഷിയുടെ സമാധിയുള്ള ആ ഒരു പാറപ്പുറത്ത് കുറച്ച് സ്തൂപങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. സോ ആ ഒരു ഷോട്ട് എടുക്കുന്നത് നല്ല ഭംഗി രസമൊക്കെ ഉണ്ടായിരുന്നു. സിനിമ ഒരു കോമഡി എൻ്റർടൈനറാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ദീപ തോമസ്, പിന്നെ ലുക്മാൻ അവറാൻ, നല്ല നല്ല പ്രമുഖ യുവതാരങ്ങളുടെ മുഖങ്ങളൊക്കെ നിറന്ന് അടിപൊളി. നല്ലൊരു കാസ്റ്റിംഗ് ക്രൂ ഉണ്ട്. അഭിനയം അടിപൊളി തന്നെ. പക്ഷേ എനിക്ക് തോന്നി 2 ഫ്ലോസ്, മെയിൻ 2 ഫ്ലോസ് തോന്നി സിനിമയെ കുറിച്ചിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എവിടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവിടെ. നല്ലൊരു പാട്ട് ഈ ഒരു സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടില്ല. ഇത് ഇഷ്ടം പോലെ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു കവറപ്പ് ചെയ്യാനായിട്ട്, അതൊന്നും ചെയ്തില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മുടെ ആട് ഒരു ഭീകരജീവിയല്ല എന്ന് പറയുന്ന സിനിമ, അതിൽ ഷാജി പാപ്പൻ അല്ലെങ്കിൽ അബൂദ ഭീകരൻ അല്ലെങ്കിൽ സർബത്ത് ഷമീർ, ഇവർക്കൊക്കെ കൊടുത്ത ഒരു ഇൻട്രഡക്ഷനിലും പിന്നെ പ്രമുഖ സീനിലൊക്കെ വരുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത്, അത് ഇതിൽ കൊടുക്കായിരുന്നു. അതൊന്നും കൊടുത്തിട്ടില്ല. ഇവരൊക്കെ എന്താ പറയുക, നാസർ വരുമ്പോഴും മുജി വരുമ്പോഴും, മുജിയിലെ കാമുകി വരുമ്പോഴും, അബി വരുമ്പോഴും, പിന്നെ ഫാത്തിമ വരുമ്പോഴും, ഇവർക്കൊക്കെ എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരുന്നുവെങ്കിൽ പടം വേറെ ലെവലിലേക്ക് കയറിയത്. അത് വല്ലാണ്ട് ഒരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു ഈ ഒരു പടം ബോർഡ് നീളം കാണുമ്പോൾ. ഫസ്റ്റ് ഹാഫ് മുതൽ അങ്ങനെ എന്താ പറയുക, ഇത് കൊള്ളാം കണ്ടിരിക്കാൻ, കോമഡി വരുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ തോന്നുന്നത്. കാരണം ഇത് എന്താ പറയുക, പഴയ സിനിമകളൊക്കെ കണ്ട് പഴകിച്ച അല്ലെങ്കിൽ കണ്ട് ശീലിച്ച കോമഡികളാണ്. സോ അങ്ങനെ ആർക്ക് ചിരിക്കണ്ട എന്ന് തോന്നി. ഓഡിയൻസിൻ്റെ റിട്ടൻഷനും അതിൽ ഓഡിയൻസിൻ്റെ ഒരു റിപ്ലൈ റെസ്പോൺസ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു സിനിമ കാണുമ്പോൾ. ചിലവർ ചിരിക്കുന്നുണ്ടായിരുന്നു, ചിലവർ തിരിഞ്ഞ് നോക്കിയിട്ട് ആരാണ് ഈ കോമഡിയൊക്കെ ചിരിക്കണേ എന്ന രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. സോ സംവർ എൻജോയിങ്, സംവർ ലൈക്ക് സോറി ഗൈസ്, ബാറ്ററി വീണ്ടും തീർന്നു ജിമ്പലിൻ്റെ. സോ ഗൈസ്, പടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോമഡി കൊള്ളാം. കുഞ്ഞി രാമായണം ഇൻ അനദർ പാരലൽ യൂണിവേഴ്സ് എന്നാണ് ഫീൽ ചെയ്തത്. നൗ ഇതിൻ്റെ അപ്പുറം സിനിമയ്ക്ക് പെർഫോം ചെയ്യാമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ സെക്കൻഡ് ഫ്ലോ, ആ പെരുമാനി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ പച്ചപ്പ് അല്ലെങ്കിൽ ഒരു രമണീയത ഒന്നും പുറത്തെടുത്ത് കാണിച്ചില്ല. ആക്കുടി ആ പള്ളി, പിന്നെ അബിയുടെ വീട്, നാസറിൻ്റെ വീട്, മുജിയുടെ വീട് തന്നെ, ഫാത്തിമയുടെയും പിന്നെ എന്താ പറയുക നാസറിൻ്റെ കല്യാണത്തെക്കുറിച്ച് ചുറ്റിപ്പറ്റിണ്ടാവുന്ന ചില സംഭവ വികാസങ്ങൾ, അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഇതൊക്കെ കൂടി എന്താ പറയുക പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ചായക്കടയിലെ ഒരു മുതലാളി പണിക്കാരൻ, അതാണ് സിനിമയുടെ ഒരു പ്രമേയം. സോ ആ ചായക്കടനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കായിരുന്നു. അല്ലെങ്കിൽ നാസറിന് ഉണ്ടാകുന്ന ഒരു ഒബ്സഷൻ, ഫാത്തിമയെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു ഒബ്സഷനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ടുള്ളൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാതെ, അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ പടം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കഥ പറയുന്ന പോലെ ഇങ്ങനെ പോകും. സോ അതാണ് സെക്കൻഡ് ഫ്ലോ ആയിട്ട് ഫീൽ ചെയ്തത്. സോ ഇത് രണ്ടും ഒഴിച്ചാൽ പടം വാസ് നൈസ്. കാരണം സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയോട് കൂടിയിട്ട് ഞാനും ചിരിച്ചു തുടങ്ങി. കാരണം ആ സമയത്താണ് കോമഡി കുറച്ചും കൂടി ഒന്ന് വേറെ ലെവലിലേക്ക് എത്തിയത്. ഫാത്തിമയുടെ കല്യാണ രാവ്, ആ സമയത്ത് ഉണ്ടാകുന്ന കല്യാണ വീട്ടിലെ വികാസങ്ങളും, പിന്നെ കബീറും പിന്നെ ഇറച്ചി വീട്ടുകാരും ഗ്യാങ്ങും അവരൊക്കെ വരുമ്പോൾ എന്താ പറയുക സെപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരുന്നെങ്കിലൊക്കെ പടം വേറെ ലെവലിലേക്ക് എത്തിയിരുന്നേ. കാരണം ആ ഒരു ഗ്യാങ്ങിന് തുടക്കത്തിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷേ ക്ലൈമാക്സിൽ ഇറച്ചി വീട്ടുകാരനും ഗ്യാങ്ങും കൂടി വരുന്ന ആ ഒരു സീൻ, ജീപ്പിൽ കയറി വരുന്ന ആ സീൻ എല്ലാം അടിപൊളി. സിനിമയ്ക്ക് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ സിനിമയ്ക്ക് ലോജിക്ക് തപ്പിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. സിനിമ ഈസ് പക്ക കോമഡി എൻ്റർടൈനറാണ്. അത്രയും മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ കണ്ടാൽ മതി. ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ ഹോൾ ടീം ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ആ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റി കാണിക്കുന്ന
ചില കാര്യങ്ങളും അല്ലെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളും മിസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ബായ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ്. അത് ഏറ്റവും ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ് സീൻസിൽ കുറച്ചും കൂടി എടുത്ത് കാണിക്കുകയായിരുന്നു. അതിലൊരൊറ്റ സീൻ വെച്ചിട്ടാണ് കഥ നിർത്തുന്നത്. സംവെയർ ഇൻ നോർത്തേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വടക്കൻ കേരളത്തിൽ, വടക്കൻ ഇന്ത്യയിൽ എവിടെയോ പുലർച്ചെ 2:30 നടക്കുന്ന ഒരു സീൻ, ഒരു വാങ്കവിളിയോട് കൂടിയിട്ട് ആ സീൻ അവസാനിക്കുന്നു. സോ പണം IMDb റേറ്റിംഗ് ഈസ് ലൈക്ക് 8 out of 10. സോ ദാറ്റ് ഈസ് ഇനഫ്. ലൈക്ക് അതൊക്കെ മതിയല്ലോ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ ഈ സിനിമ കാണാനായിട്ട്. ബോറൊന്നുമല്ല, എന്നാലും അത്രയ്ക്ക് വലിയ ഒരു എൻ്റർടൈനർ എന്ന രീതിയിൽ കോമഡി ചിരിച്ചു, ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. പക്ഷേ എപ്പോഴും മനസ്സിലുള്ള ഒരു കംപ്ലൈൻ്റാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓരോരുത്തർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മ്യൂസിക് കൊടുക്കായിരുന്നു, അത് അവർ വിട്ടുപോയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു എംപ്റ്റിനെസ് സിനിമയിൽ ഉടനീളം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊഴിച്ചാൽ പടം വാസ് ഗുഡ്, സ്റ്റോറി വാസ് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂവി റിവ്യൂ ഇവിടെ നിർത്തുന്നു. അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം. അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് കണ്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ അറിയിക്കുക. എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ അതോ ഞാൻ പോയി ഗുളിക കഴിക്കണോ എന്ന് അറിയാനായിട്ടായിരുന്നു. സോ ഗൈസ്, catch you guys in next movie review. Until then, stay tuned and don't forget to enjoy life guys. അടുത്ത ആഴ്ച നല്ല പടങ്ങളൊക്കെ വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ ടർബോ. ഗൈസ്, catch you guys in next movie. Stay tuned.